ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഈദ് ഷോപ്പിങ്ങിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിൽ പോയതാണ്. നേരത്തെ നമ്മൾ മുൻകൂട്ടി നാളെ പോകണം, അല്ലെങ്കിൽ നാളെ നോമ്പ് തുറന്നിട്ട് പോകണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഷിനാജും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരിന്തൽമണ്ണ പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ എൻ്റെ മനസ്സ് മാറി. കാരണം പെരിന്തൽമണ്ണ പോയാൽ എനിക്കൊരിക്കലും ഡ്രസ്സ് കിട്ടാറില്ല, വെറുതെ നടന്ന് സമയം കളയുന്നതല്ലാതെ. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും എന്നാൽ മണ്ണാർക്കാട് പോകാം. കാരണം 8 മണിക്കാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പെരിന്തൽമണ്ണ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് പോകണം, ഏകദേശം ഒരു 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ ടൈം വേസ്റ്റാണ്, നമ്മളവിടെ എത്തുമ്പോൾ ലേറ്റാവും, കാര്യങ്ങൾ നടക്കത്തുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ലത് മണ്ണാർക്കാട് പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡിയോയിലാണ് കേട്ടോ പോയത്. നമ്മൾ പാർട്ടി വെയർ ചുരിദാർ അങ്ങനത്തെ ഒന്നും അല്ല എടുക്കുന്നത്, ഞാൻ സാധാ ടോപ്പാണ്. അതായത് എപ്പോഴും ഇടാൻ പറ്റുന്നത്. ഈ പാർട്ടി വെയർ ചുരിദാർ എടുത്താൽ എൻ്റെ അലമാരയിൽ അവിടെ ഇരിക്കും, പിന്നെ ഞാൻ ഇടത്തേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനത്തെ എടുക്കാമെന്ന്. എനിക്ക് അങ്ങനത്തേതാണ് ഇഷ്ടവും കുറച്ചുകൂടെ കൂടുതൽ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഒരു 3-4 പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാവേ. അപ്പോൾ ഈ ഒരു പാൻറ്റുമായിട്ട് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ടോപ്പ്. സ്റ്റോക്ക് എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് പീസ് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഞാൻ ഓരോന്ന് നോക്കാൻ തുടങ്ങി. ഈ ഒരു കളർ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറായിരുന്നു, പക്ഷേ ആ കുർത്തി കണ്ടപ്പം കൊള്ളാമെന്ന് തോന്നിയിട്ട് വെറുതെ വെച്ച് നോക്കിയതാണ്. പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കിവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട്, എനിക്കുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടത്തില്ല, വെറുതെ നോക്കി സമയം കളയണ്ടെന്നുള്ളത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ നടക്കുകയും ചെയ്ത് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഷിനാജാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ, അല്ലാണ്ട് എനിക്കായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഞാൻ പോകത്തില്ല എന്നുള്ളത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഷിനാജിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതിപ്പോൾ നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ സൈസ് ഇല്ലാതായിപ്പോയി. ഈ നേവി ബ്ലൂ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. പിന്നെ അതിൻ്റെ ആ അരഭാഗത്ത് ആ ചരടുള്ള ഡ്രസ്സ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ നമുക്കത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇടാം. ഞാൻ അതിൻ്റെ സൈസ് നോക്കി കിട്ടിയില്ല. പിന്നെ അത് ഈ ഒരു ഗ്രീൻ കളറും എനിക്കിഷ്ടപ്പെട്ട്. സ്റ്റുഡിയോന്ന് എടുത്താലുള്ള ഗുഡ് ക്വാളിറ്റിയും ബാഡ് ക്വാളിറ്റിയും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നരക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗുഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ റേറ്റ് കുറവിൽ കിട്ടും. 1000-ൽ കൂടിയത് അങ്ങനെ ഇവിടെ പൊതുവേ കാണാറില്ല. 1000-ലല്ല, ഒരു 800, 799, ഒരു 599 ആ ഒരു റേഞ്ചിനൊക്കെ കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ. പക്ഷേ ഇതാണ് 1, 2, 3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നരക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. ആ ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടിട്ടൊരു നരച്ച പോലെ തോന്നി. അപ്പം ഞാനത് അവിടെ ഇട്ട്. ഷിനാജ് പറഞ്ഞത് കൊള്ളാം, നീ എടുത്തോടി എന്ന് പറഞ്ഞ്. പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെ കഴുത്ത് നോക്കിയാൽ ഭയങ്കര വൈഡായിട്ട് നിൽക്കുന്നു. ഇങ്ങനത്തെ ഇട്ടാൽ നമുക്ക് നല്ല ബോറായിരിക്കും. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ ഈ പഴയ മോഡലാണ് കേട്ടോ. നമ്മൾ മുമ്പും സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കണ്ടതൊക്കെ പാറ്റേൺ തന്നെ, കളർ മാറ്റവും അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചുള്ള സാധനങ്ങളാണ് കണ്ടത്. പിന്നെ അവിടെ നോക്കി നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ ഷിനാജിനോട് പറഞ്ഞാൽ നമുക്ക് മെൻസിൻ്റെ അവിടെ പോയി നോക്കാം, എന്തായാലും എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ വെറുതെ പോയി നോക്കിയിട്ട് ഷിനാജിന് അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ ഷിനാജ് പറഞ്ഞാൽ നമുക്ക് നോക്കാം, നല്ലത് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഈ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഷിനാജിന് ഇവിടെ നിന്ന് എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നോട് പറഞ്ഞ ഈ പെരുന്നാളിന് ഞാൻ കുളിച്ചിതിട്ട് പള്ളിയിൽ പോയാൽ മിക്കവാറും ആൾക്കാർക്ക് സെയിം ഷർട്ട് തന്നെ ആയിരിക്കും, അതുകൊണ്ട് എന്തിനാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിടാൻ വേണ്ടിയിട്ട് തൽക്കാലം എന്നാൽ ഇവിടെ നിന്ന് എടുത്തോ, പെരുന്നാളിന് നിങ്ങൾ വേറെ ഷർട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ ലേഡീസിൻ്റെ ഭാഗത്ത് ഉള്ളതിനേക്കാൾ കളക്ഷൻസ് ഈ മെൻസിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട 1-2 ഇങ്ങനെ നോക്കി. ഈ ഒരു ഗ്രീൻ കളർ അങ്ങനെ ഷിനാജിന് ഇല്ലാത്തൊരു കളറാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള കളറാണ് ഈ ഒരു ഒലീവ് ഗ്രീൻ തന്നെയല്ലേ ഇനി പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു കളറ്. അതങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇട്ട് നോക്കാമെന്നും പറഞ്ഞു അതെടുത്തുകൊണ്ട് പോയിട്ട് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈ ഒരു വെള്ള പാൻറ്റിൻ്റെ കൂടെ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഷിനാജിനും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടൈറ്റ് കുറച്ചുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ വലിയ സൈസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ സൈസ് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കി. ഇതെങ്ങോട്ടായി പോണേ? അങ്ങനെ 10 മിനിറ്റ് പോലും എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിനാജിന് ഷർട്ട് കിട്ടി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എന്തിനാ സമയം, പെണ്ണുങ്ങളുടെ അത്ര സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കടയിലേക്ക് കയറി. എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ബൊട്ടീക്കാണ്. ഫസ്റ്റ് നമ്മളിവിടെ കയറിയിട്ട് വേറെ കടയിലൊക്കെ നോക്കാമെന്ന് ഓർത്ത്, അഥവാ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലെന്ന്. അപ്പം ഞാൻ ഈ മാക്സി ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ നോക്കുന്നത്. ഇതൊരു കഫ്താൻ ടൈപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഷിനാജ് പറഞ്ഞു ഈ കളർ നിനക്ക് വേണ്ട, കാരണം ഓൾറെഡി ഈ കളർ ചുരിദാറുള്ളതുകൊണ്ട് അത് അവിടെ ഇടാൻ പറഞ്ഞു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എൻ്റെ കൈക്ക് കുറച്ച് വണ്ണ കൂടുതലുള്ളതുകൊണ്ട് ഇന്നർ ടൈപ്പ് ഇടുമ്പോൾ ഭയങ്കര ബോറാണ്. പിന്നെ ഇഷ്ടപ്പെട്ട 2-3 എടുത്ത് ഞാൻ പോയി ട്രയൽ ചെയ്ത്. ഇപ്പം കണ്ടില്ലേ, അതെനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ. ബാക്കൊക്കെ കുറച്ച് വൃത്തികേടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ അവിടെ ഊരിയിട്ടിട്ട്
ഇതും കൊണ്ടുപോയി. ട്രയൽ റൂമിൽ ആൾക്കാരുണ്ടായിരുന്നു, അതാണ് ആ കസേര മാറി ഞാൻ അതും പിടിച്ചിരുന്നത്. ഇത് ഷിനാജിനും ഇഷ്ടപ്പെട്ട് എനിക്കും ഇഷ്ടപ്പെട്ട്. കണ്ടില്ലേ ഇന്നർ ഇങ്ങനെ ഉള്ളിൽ വരുന്ന ആ മോഡൽ ഇടുമ്പം കൈക്ക് എനിക്ക് കുറച്ച് ബോറുള്ള പോലെ തോന്നും, വണ്ണം കുറച്ചുള്ളത് കൊണ്ട്. ഇതാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ, അതായത് ഈ പെയറിൻ്റെ ഇന്നർ അല്ല ഇത്, അവരവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഇട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ്. അതിൻ്റെ ഇന്നർ കിട്ടിയതും അതിൽ ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഡ്രസ്സ് എടുക്കാതെ അവിടെ ഇട്ട് വന്നിട്ട് അടുത്ത കടയിലാണ് കേട്ടോ കയറിയത്, അതായത് 3ാമത്തെ കടയിൽ. ഷിനാജാണെങ്കിൽ ഇങ്ങനെ എന്നെ അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട്, കാരണം ആൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെ നിങ്ങൾ കളിയാക്കിയിട്ട് കാര്യമില്ല, നമ്മൾ പൈസ കൊടുത്തെടുക്കുന്നത്, അപ്പോൾ ഇഷ്ടപ്പെടാതെ വെറുതെ സമയം പോവാണ് അല്ലെങ്കിൽ നടക്കാൻ വയ്യെന്നും പറഞ്ഞ് വല്ലതും എടുത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇത് നോക്കി ഞാൻ ഏകദേശം ഷിനാജിൻ്റെ ഷർട്ടിൻ്റെ സെയിം കളർ കിട്ടുവാന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ എൻ്റെ പൊന്നു ഒടുക്കത്തെ വില 2500 രൂപ. ഗായ്സ് നമുക്ക് കിട്ടിയില്ല. 3ാമത്തെ കടയിലാണ് കയറാൻ പോകുന്നത്, കിട്ടിയില്ല. ഇയാളുടെ പ്രാക്കൊണ്ട് കിട്ടാറുള്ളത്. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴാട്ടോ ഇവന് ഓടി വന്നത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു. പിന്നെ അവനോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ സാമിയുടെ അകത്തേക്ക് കയറി. ഇവിടെ കയറിയത് സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് നൈറ്റി, ഷാള്, പാവാട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈറ്റിയുടെ സെക്ഷനിൽ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്ക് ഇല്ലാത്തൊരു കളർ എടുക്കാനാണ് ഷിനാജ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്, ഇല്ലാത്ത കളറും ഇല്ലാത്ത പാറ്റേൺ നോക്കി. ഇത് കൊള്ളായിരുന്നു കേട്ടോ, പക്ഷേ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പ്രിൻറ്റ് പോകുന്നൊരു ടൈപ്പാണ്. അല്ല മനസ്സിലായി. ആ കൊള്ളാം. ആ കയ്യേ പോവും. അപ്പോൾ എനിക്കിങ്ങനെ പ്രിൻറ്റ് പോകുന്നത് കണ്ടപ്പോൾ തന്നെ തോന്നി. അപ്പോൾ ഞാൻ ഷിനാജിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് പ്രിൻറ്റ് പോകും, ഇത് വേണ്ട അവിടെ ഇട്ടേക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ഇല്ലാത്ത കളറല്ലേ ഇത്, ഈ കളറുണ്ട്, പക്ഷെ അങ്ങനെ നോക്കാനാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഇല്ലാത്തൊരു കളർ ഇതാണ് കേട്ടോ, പക്ഷേ ഇതാണെങ്കിൽ ഷിനാജിന് ഇഷ്ടപ്പെട്ടില്ല, ഇത് വേണ്ട അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞ്. പറ്റില്ല, ഇല്ലാത്ത കളർ വേറെ ഇതിലുണ്ട്. അവിടെയാണെങ്കിൽ കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ നൈറ്റിയിൽ, കാരണം എല്ലാവരും എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് കൊള്ളാത്ത കുറച്ച് സാധനം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതിൽ നിന്ന് നല്ലൊരെണ്ണം നോക്കി ഉമ്മാക്ക് എടുത്ത്, എന്നിട്ട് എനിക്ക് ഉമ്മാക്കൊക്കെ ഇന്നർ വെയേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിൽ വന്നു. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്, കുറച്ച് നേരം നിന്നിട്ടാട്ടോ കിട്ടിയത്. പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. എനിക്ക് ഇവിടുന്ന് നോക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല, കാരണം എൻ്റെ മനസ്സിലുള്ളത് ബൊട്ടീക്കിന്നേ നല്ല ഡ്രസ്സ് കിട്ടത്തുള്ളൂ, ഇങ്ങനത്തെ ഷോപ്പിൽ വന്നാൽ നല്ലത് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പൊതുവേ സാമിയാന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാറുമില്ല, എനിക്ക് അത്ര താല്പര്യമില്ല സാമിയാന്ന് ഡ്രസ്സ് എടുക്കുന്നതിൽ. അപ്പോൾ ഷിനാജനോട് പറഞ്ഞു വെറുതെ ഒന്ന് പോയി നോക്കാൻ പാത്തു നമുക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, നോക്കണ്ട, എനിക്ക് കിട്ടത്തില്ല, വെറുതെ എന്തിനാ നമ്മൾ സമയം കളയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, വെറുതെ ഒന്ന് നോക്കാം, അഥവാ കിട്ടിയാലോ എന്നും പറഞ്ഞ് എന്നെയും വലിച്ചു കൊണ്ടുപോയതാണ്. സത്യം എന്തെന്നാൽ എനിക്ക് ഇവിടെ നിന്നാണ് ഡ്രസ്സ് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ ഷിനാജിന് ആ കളർ ഷർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് ആ കളർ ഡ്രസ്സ് എനിക്ക് എടുക്കാമെന്നുള്ളൊരു മൈൻഡ് വന്നു. എനിക്ക് പൊതുവേ ആ ഒരു കളർ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ആ ചേച്ചി എടുത്ത് ചോദിച്ചു എനിക്ക് ആ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആ കളറിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്കും ഷിനാജിനും ഒരേപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്രയൽ ചെയ്തതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൊള്ളാം. അല്ല വേണം അവിടെ നോട്ടെ എന്തോ. ആ സ്റ്റീവ് വേണ്ട, സ്റ്റീവ് ആയിക്കോട്ടെ, അപ്പോൾ മടക്കിച്ചാൽ പോരെ. ഒരു 3-4 ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നു. അങ്ങനെ ഇതും ഇട്ട് നോക്കി, ഞാൻ ഫസ്റ്റ് കാണിച്ചതും പിന്നെ വേറെ 2 ഇട്ട് നോക്കി. എനിക്കെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതാ എടുത്തതെന്ന് ഇതിൽ പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. തീരുമാനമായോ ചേച്ചി നോക്കുന്നു. ട്രയലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഞാൻ എടുത്തു എന്നുള്ളൊരു മട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ആ കളർ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 1-2 കൂടെ ഞാൻ നോക്കി. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കൈ പിടിച്ച് തന്നെ എടുത്ത്, കാരണം ഇനിയൊരു കൺഫ്യൂഷൻ വരണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആ ഡ്രസ്സിന് പറ്റിയ ഒരു ലെഗിൻസ് എടുത്ത്, ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട്, കാരണം പാൻറ്റ് കുറച്ച് കാണും. അപ്പോൾ ആ സെയിം കളറ് പാൻറ്റും എടുത്ത് ഷാളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എനിക്കാണെങ്കിൽ നടന്നിട്ട് കാല് വേദന കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഒരു കസേര കണ്ട ഞാൻ അവിടെ മാറിയിരിക്കുമായിരുന്നു കേട്ടോ, അത്രയ്ക്ക് വേദനയായിരുന്നു. ഒക്കെ സെയിം പച്ചല്ലേ ഇത്? ഞാൻ 2-3 കജ്ജി പിടിച്ചു, എന്നാലും നോക്കാലോ അത് കിട്ടിയത്.
ഞാൻ എൻ്റെ ഡ്രസ്സിന് പറ്റിയ ഷാൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ജേഴ്സി ഹിജാബിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഷിഫോണിൻ്റെയാണ് കേട്ടോ നോക്കിയത്. അത് നിങ്ങളൊക്കെ കണക്കല്ലേ പിന്നെ. കളർ നോക്കതിന്റെ പ്രിന്റ് പോട്ടും. എനിക്കുള്ള ഷാൾ എടുത്തു കഴിഞ്ഞിട്ട് ഉമ്മാക്ക് നൈറ്റിക്ക് വേണ്ടിയിട്ട് 2 ഷാളും കൂടെ എടുത്തു കേട്ടോ. ഷാളിൻ്റെ സെക്ഷനൊന്നും നിങ്ങൾ കണ്ടില്ലേ, ഒന്നുമില്ല. അതായത് ഈ നൈറ്റിക്ക് ഞാൻ നോക്കിയ ഷാളിൻ്റെ അവിടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ 2 എണ്ണം നോക്കി അങ്ങനെ നല്ലത് നോക്കി എടുത്ത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെ നല്ല തിരക്കാണ്, നല്ല കാലുവേദന. ശനിയാഴ്ച അവിടെ ബില്ലടിക്കാൻ നിൽക്കുമോ, കാണിച്ചു തരാം. സാമിയാനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ അവരെല്ലാത്തിനും റേറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. മുമ്പ് കുറേ സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ട്, എനിക്കല്ലാണ്ട് അല്ലാത്തവർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊന്നും ഇത്ര റേറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. സാധനം കിട്ടിയതിന് ഞങ്ങൾ പോട്ടെ, പെട്ടെന്ന് ഞാൻ നോക്കിയെടുത്തില്ലേ. 3 ഞങ്ങൾ പോട്ടെ മക്കളെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും എനിക്കും ഷിനാജിനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആർക്കും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അനിയന് അവന് ഡ്രസ്സ് വേണ്ട, ഷൂ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ വാപ്പിക്കാണെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കാമെന്ന് ഉമ്മാക്കും. അവരവിടെ നിന്ന് ഇഷ്ടത്തോടെ എടുത്തോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും പ്രതീക്ഷിക്കാതെ ഷിനാജിന് സ്റ്റുഡിയോന്നും കിട്ടി, എനിക്ക് സാമയൊന്നും കിട്ടി. എന്തായാലും ഇഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഈ ഒരു ലേഡി സ്റ്റോറിൽ കയറി എനിക്ക് തലയിലിടുന്ന ഈ ഒരു ബുഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലോഡ് വാങ്ങിച്ചു വെച്ചാലും അത് ഞാൻ ഊരിയിട്ട് എവിടെയെങ്കിലും വലിച്ചെറിയും, പിന്നെ തപ്പുമ്പോൾ കാണത്തില്ല. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ച്. പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്നു കേട്ടോ, നമ്മൾ ഓരോ കടയിൽ കയറുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ടായിരുന്നു സംസാരിച്ചേട്ടാ. ചിലവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടത്തൊന്നുമില്ല കേട്ടോ, ദൂരത്ത് നിന്ന് ഇങ്ങനെ ചിരിക്കും. ചിലവർ കൈ കൊണ്ട് ഇങ്ങനെ ഹായ് ഒക്കെ കാണിക്കും. എന്തായാലും കണ്ടപ്പം സന്തോഷമായി. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകണം കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ചെരുപ്പ് എടുക്കണമായിരുന്നു, പിന്നെ വേറെ 1-2 സാധനങ്ങളും കൂടെ വാങ്ങണമായിരുന്നു. പക്ഷേ നല്ല രീതിക്ക് ടയേർഡ് ആയതുകൊണ്ട് ഞാൻ ഷിനാജിനോട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വെള്ളം, അതായത് ഈ മോര് സോഡ, ബൂസ്റ്റ് കുടിക്കുക, അതിൻ്റെ കുറേ കടകളിപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മോര് സോഡ മതിയെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നൊരു ക്രീമും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങി ഇറങ്ങിയത്. എന്തൊരു ഭംഗിയാണെന്നറിയാതെ ഇട്ടിട്ട് ഫേസ് കാണാൻ വേണ്ടിയിട്ട് നല്ല വെട്ടിത്തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്റ്റും ഷോർട്സിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് നല്ല കിടിലൻ ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ മോര് സോഡ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്, എന്തോ മസാല സോഡ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. അച്ചാറും പിന്നെ ഈ കാന്താരി മുളക് ചതച്ചതും സോഡയൊക്കെ ഇട്ടിട്ട് ഒരു സാധനം. ഒരു വട്ടം കുടിച്ചിട്ട് എനിക്ക് പിന്നെയും കുടിക്കാൻ തോന്നി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു ഗിവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേജിൽ തന്നെ ഉള്ളൊരു ഡ്രസ്സും കുറച്ച് സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ വൈകാതെ ഇടാം. പിന്നെ ഈ മണ്ണാർക്കാട് ഭാഗത്തുള്ളവർ നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തെങ്കിൽ എവിടെ നിന്നാണ് എടുത്തത്, എവിടെയാണ് നല്ല കളക്ഷൻസ് ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഞാൻ ഡ്രസ്സ് എടുത്ത്, എന്നാലും വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മോര് കുടിക്കുന്നതിൻ്റെ അവിടെ ഭയങ്കര ഉച്ചത്തിൽ ഇങ്ങനെ പാട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഒറിജിനൽ സൗണ്ട് ഇടാത്തത്, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് കേട്ടോ പാട്ടിന്. നമുക്ക് കോപ്പി റൈറ്റ് വരും. പിന്നെ അവിടെയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു വട്ടം നമ്മൾ ഇവിടെ വന്ന് കുടിച്ചതാണ്. ഞാൻ ബൂസ്റ്റ് കുലിക്കാണ് കേട്ടോ അന്ന് കുടിച്ചത്. ഷിനാജ് എന്താ മദർലാൻഡ് അങ്ങനെ പറഞ്ഞിട്ടൊരു മോരും വെള്ളവും കുടിച്ച്. പക്ഷെ എനിക്ക് അന്ന് ബൂസ്റ്റ് കുലിക്ക് കുടിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ മോരും വെള്ളം ഉണ്ടല്ലോ കിടിലനായിട്ടാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ആരെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്ക്. ക്വാണ്ടിറ്റി അത്യാവശ്യം കുറച്ചുണ്ട്. ഇങ്ങനെ ഒരു കുടത്തിലല്ലേ തരുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു കുടം ഞങ്ങൾ വാങ്ങിച്ചോളൂ, 2 എണ്ണമൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാത്തൂനും പിള്ളേരും വന്ന. അത് 3 വട്ടം യൂട്യൂബ് റിമൂവ് ആക്കിയിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമായിരുന്നു. അസുവാക്ക് ഏതോ ഒരു ചെറിയ ഷോട്ടിൽ അവൾക്ക് ഡ്രസ്സ് ഇട്ടിട്ടില്ല, അവൾ ട്രൗസർ ഇട്ടിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കട്ടായി പോയി. പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഒന്നും കൂടി ഇട്ടത്. അതേപോലെ തന്നെ അവർ വന്നപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് മക്കളെ. അത് മൊത്തത്തിൽ അങ്ങ് അവർ റിമൂവ് ആക്കി കളഞ്ഞ്. കാരണം ഇവർ നോമ്പ് തുറക്കുന്ന ആ ഒരു ഭാഗത്ത് അസുവ ഡ്രസ്സ് ഇടാൻ നിൽക്കുവാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ ഡ്രസ്സ് ഇടത്തില്ല. അവൾക്ക് ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും നിർബന്ധിച്ചാലും അവൾ ഇടത്തില്ല. ഇവരൊപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവളും ആ കസേരയിൽ മാറി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളെ ഫുള്ളി ബ്ലർ ചെയ്തതാണ്. പക്ഷെ അത് യൂട്യൂബ് സമ്മതിച്ച് തന്നില്ല. അവരാ വീഡിയോ റിമൂവ് ആക്കി. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ അവൾ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കുറയും. അതുകൊണ്ടാണ് ആ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാൻ. കുറച്ച് പേരൊക്കെ കണ്ടെന്ന് എനിക്കറിയാം.
അപ്പോൾ കണ്ടവരോടാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി അവർ വരുമ്പം പെരുന്നാളിനൊക്കെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടാം. അപ്പം മാക്സിമം ഒന്നെങ്കിൽ അവളെ ഡ്രസ്സ് ഇടിപ്പിച്ച് ഞാൻ നിർത്തും, അല്ലെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കും. അല്ലാതെ വേറൊരു രക്ഷയില്ലല്ലോ. ഈ പിള്ളേരെ ഡ്രസ്സ് ഇടാതെയും പിന്നെ ഡേഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ യൂട്യൂബ് റിമൂവ് ആക്കും, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം കണ്ട കടയിൽ നമ്മൾ മോര് സോഡ കുടിച്ചിട്ട് ഈ ഒരു കട കണ്ടപ്പോൾ ഇവിടെ നിർത്തിയിട്ടോ, വല്ല വെറൈറ്റി ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി കയറിയത്. ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ പല പല മസാലകൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തിന്ന് മോരും വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ പൊന്നോ കത്തിരി വരുന്നു എൻ്റെ വയറ്. എനിക്കാണെങ്കിൽ എരിഞ്ഞിട്ട് ചുണ്ടൊക്കെ കടന്ന് വിറക്കുമായിരുന്നു കേട്ടോ. അവിടുത്തെ മാങ്ങാടെ മസാല ഉടുക്കത്തെ എരിവായിരുന്നു. അവിടെയാണെങ്കിൽ വെള്ളവും ഇല്ല. അപ്പോൾ അവിടെ വെച്ച് ഷിനാജിൻ്റെ ഫ്രണ്ടും വൈഫും വന്ന് അവരയിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് കുടിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസമായത്. പിന്നെ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നത്. ഇപ്പോൾ വന്ന് കയറിയതുള്ളൂ ഗൈസ്. ഉമ്മ ഉറങ്ങി. സമയം 12:23 അയ്യോ. അപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് കിടന്നുറങ്ങണ്ടേ. നല്ല ടയർഡാണ്. നടന്ന് കാലൊക്കെ നല്ല വേദനയുണ്ട്. കുറേ നടന്നിന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ഇട്ട് കാണാം.